നമ്മളിപ്പം നെഞ്ചിനുള്ളിൽ നീയാണെന്ന് താജൊക്കെ പാടുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പിന്നെ കാമുകിയോട് പാടുന്നതാണെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ കാമുകന്മാരും അവർക്ക് ആ കാസറ്റ് പ്ലേ ചെയ്ത് വെറുതെ കാമുകിനെ നോക്കി ഇപ്പം എക്സ് ആണെങ്കിൽ പോലും അവളെ കല്യാണം വീട്ടിൽ നിന്ന് കാണുമ്പോൾ ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് നോക്കിയാൽ തന്നെ അവിടെ പോയി കറക്കും അത്. അവൻ്റെ പാട്ടായി അത്. ആ അത് കേൾക്കുന്നവൻ്റെ പാട്ടായി, പാടുന്നവൻ്റെ പാട്ടായി. അങ്ങനെ സാധാരണക്കാരന് ഏറ്റവും എളുപ്പത്തിൽ എൻ്റെയും കൂടിയാണല്ലോ എന്നുള്ള. അതുപോലെ തന്നെയായിരുന്നു നമ്മളെല്ലാവരും ആ കാറ്റഗറിയിൽ പാടാൻ വന്നിട്ടുള്ള എല്ലാ ഗായകരും ഈ ജനങ്ങളായിട്ട് നിന്ന ഒരു എന്താ പറയണ്ടേ, ഒരു സൗഹൃദം അത് വളരെ വലുതായിരുന്നു. ഈ കാണാൻ കിട്ടാത്ത നടന്മാരെ പോലെ ഒക്കെ കണി കാണാൻ കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊന്നുമില്ല. നമ്മളെ തേരാപ്പാറ ഉറുപ്പിക്ക് 10 ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ താരങ്ങളാണ് നമ്മൾ, അവരുടെ പ്രിയപ്പെട്ടവരായി മാറിയത് അതുകൊണ്ടാണ്. അവരുടെ പാട്ടും ഞങ്ങളും ഒക്കെ അതുമല്ല വിഷ്വലൈസ് ചെയ്ത് വരുന്നതും അങ്ങനത്തെ കഥകളാണ്. സാധാരണക്കാരൻ്റെ സാധാരണ ഈ പറഞ്ഞ കെട്ടിൻ്റെ പണിക്ക് പോകുന്നവനും കടലിൽ പോകുന്നവൻ്റെ ഒക്കെ പറയടി എൻ്റെ മെഹർബ എന്ന് പറഞ്ഞിട്ട് ഒരു കടൽക്കാരനായിട്ടുള്ള പാട്ടുണ്ട് എൻ്റെ. അതൊക്കെ വിജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബീച്ചിൽ കടലിൽ പണിക്ക് പോകുന്ന അധ്വാനിക്കുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സെയ്ർ അടക്കം, ആരിസ്, അങ്ങനെ കുറേ പേരുണ്ട്, പേരെടുത്ത് പറയാൻ. ഇവരൊക്കെ കടലിൽ പോയി പിന്നെ ടേപ്പ് റെക്കോർഡൊക്കെ കൊണ്ടുപോയിട്ട് പാട്ട് പ്ലേ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഓരോ പ്രയാസങ്ങൾ മറക്കാനൊക്കെ പണ്ട് പാടിയിരുന്നാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇന്നും നമ്മളെ പാട്ടുകൾ ഉപയോഗിക്കുന്നു. അത് അവരുടെയും കൂടി ജീവിതമായതുകൊണ്ടാണ്. സുന്ദരി നീ വന്നു ഗസലായി അടിപൊളി പാട്ടാണ്. ഭാര്യ ഈ പറഞ്ഞ പോലെ പ്രണയത്തകർച്ച നേരിട്ട് ഒരു ദേവദാസ് മൂഡിലേക്ക് ആയിപ്പോവും എന്ന് സംശയിച്ച എന്നെ അക്ഷരാർത്ഥത്തിൽ കംപ്ലീറ്റ് വേറൊരു വ്യക്തിയാക്കി മാറ്റി. ഇന്ന് നിങ്ങളെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാക്കി മാറ്റിയാലും അഞ്ജലിയൊക്കെ പാടി നടക്കേണ്ട ഒരു മൂഡിലായിരുന്നു. അങ്ങനെ അതായത് കല്യാണവും വേണ്ട, ഒരു പണ്ടരും വേണ്ട. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. ആകെ ജീവിതം 23 വയസ്സിൽ 22ാമത്തെ വയസ്സിലാണ് ആ ട്രാജഡി നടക്കുന്നത്. 23 വയസ്സിൽ എത്തിക്കുന്ന എൻ്റെ ചിന്ത എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ലോകം അവസാനിച്ചു. എൻ്റെ ലോകത്തുള്ള പ്രതീക്ഷകളെല്ലാം കഴിഞ്ഞു. ആർക്ക് വേണ്ടി ഞാൻ സിഗരറ്റ് വലിക്കാതെ, മദ്യപിക്കാതെ, അല്ലെങ്കിൽ നല്ല പിള്ളയായിട്ട് ഞാൻ എല്ലാ ലഹരികളും മറ്റുള്ള ഉപേക്ഷിച്ച് ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിച്ചോ, ആളെന്നെ തേച്ചിട്ട് പോയി. ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് ഉന്തിത്തള്ളി ഉമ്മ നിർബന്ധിച്ചിട്ട് എന്നെ പെണ്ണ് കാണാൻ പറഞ്ഞേക്കുന്നത്. പെണ്ണ് കാണാൻ പോകുന്നത് ഒരു സാധാരണ മുഷിഞ്ഞ ഒരു വേഷത്തിൽ വൈകുന്നേരം, ആരും പോവാത്ത മഗ്‌രിബിൻ്റെ സമയത്ത് ഏതെങ്കിലും 2 സുഹൃത്തുക്കളെ പെണ്ണ് കാണാൻ പോകുമ്പോൾ കൂട്ടും സർവ്വസാധാരണമായിട്ട്. ഒരുത്തനെയും കൂട്ടാതെ ഞാൻ ഒറ്റക്ക് ഈ തേഞ്ഞ് തീർന്ന ഇടയ്ക്കിടയ്ക്ക് പട്ട അയച്ചിടേണ്ട ഹവായി ചെരുപ്പ്, അവിടെ ഇവിടെ കീറിയ പാൻറ്, ആകെ ചെറിയ താടി, വന്നുകൊണ്ടിരിക്കുന്ന താടി അതങ്ങനെ തന്നെ വടിക്കാതെ വികൃതമാക്കിയിട്ട് വളർത്തി മുടിയൊന്നും ഈരാതെ ഇങ്ങനെയുള്ള ഞാൻ പെണ്ണ് കാണാൻ പോകുന്നു. എന്തിനു എന്നെ ഇഷ്ടപ്പെടരുത്. അവിടെ ചെന്നപ്പം ഇവളെ പിന്നെ ഏട്ടത്തിമാർ ഏതോ പൈസ കൊണ്ട് ആരോ വരുന്നു പറഞ്ഞല്ലോ, ഗൾഫിലെ അവരെ ഭർത്താവ് അയക്കുന്ന പൈസ കൊണ്ട് കൊടുക്കാൻ ആ ആളാന്ന് വിചാരിച്ച്. എവിടെ പൈസ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൈസയും കൊണ്ടുവന്നല്ല, പിന്നെ പെണ്ണ് കാണാൻ വന്ന. പിന്നെ ഒരൊറ്റ വലിവാണ്. പിന്നെ ആരും ഫ്രണ്ടിലില്ല, എൻ്റെ മുന്നിലില്ല. അപ്പോൾ പറഞ്ഞാൽ അവള് ഏട്ടത്തിൻ്റെ വേറൊരു ചേച്ചിയുടെ വീട്ടിലാണ്, അങ്ങോട്ട് പോകണമെന്നുണ്ട്. ഒരു ചേച്ചിയുടെ മോനെയും കൂട്ടി അങ്ങോട്ട് പോകുന്നു. അവളെ പോയി പെണ്ണ് കാണുന്നു. പാട്ടുകാരെ പരിചയം കൊണ്ട് വയ്ക്കുന്നു. ഒരു പെണ്ണിനോട് ഒരു കസേര ഇങ്ങനെ തട്ടിയിട്ടോട് ഇരിക്കി, ഞാനേ ഇരുന്നോ വരുന്നുണ്ട്. നിങ്ങൾക്ക് പാട്ടുകാരൊക്കെ അറിയോ? എന്നോട് മ്യൂസിക്കാൻ അറിയോ? മറ്റേ കണ്ണൂർ ഷെരീഫിനെ അറിയോ? അവിടെ കൊച്ചിൻ ഷമീർ, എൻ്റെ ഫസ്റ്റ് വർക്ക് ചെയ്ത കിനാവ് എന്ന് പറഞ്ഞ വർക്ക് ചെയ്ത് പുള്ളിനെ കൊണ്ടാ ചേച്ചി. കൊച്ചിൻ ഷമീർ എന്ന് പറഞ്ഞ ആളറിയോ? അറിയാം. സമാധാനം. അങ്ങനെയെങ്കിലും ഒരാളറിയാം. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ ഇവിടെ ചേച്ചി ചോദിച്ച് എൻ്റെ ഇഷ്ടപ്പെട്ടോ? അത് ഞാനറിയില്ല, വീട്ടുകാർ പറയും. ഒരു 2 ദിവസം കഴിഞ്ഞാൽ വരുന്നുണ്ട്. ഭയങ്കര റഫിൽ. പിന്നീട് നടന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ചരിത്രം മാതിരിയാണ്. പിന്നെ ഞാൻ എൻ്റെ ഡയറികളും ഒക്കെ വൈഫിനെ പരിചയപ്പെടുത്തുകയാണ്. നമുക്കൊരു 5-6 വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് സെറ്റായി. 5-6 മാസം സമയമുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കുക. ഇത് ഞാൻ ജീവിച്ച് തീർത്ത കുറേ സംഭവങ്ങളാണ്. എൻ്റെ പ്രണയം അത് ഇതൊക്കെ കൊടുക്കാനുള്ളതിൻ്റെ മാക്സിമം സ്നേഹമൊക്കെ ഞാൻ എവിടെയൊക്കെ കൊടുത്ത്. ഇനി നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര പിന്നെ ജീവിച്ചൊരു 10-50 വയസ്സ് ജീവിച്ച ഒരുത്തൻ്റെ അനുഭവമൊക്കെ പറയുന്ന മാതിരി. കാരണം എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒഴിവായി കിട്ടണം, കല്യാണമൊന്നും വേണ്ട എന്നുള്ള ലെവലിൽ. പക്ഷെ ഇവള് അന്ന് STD ബൂത്ത് നിന്ന് വിളിക്കുക ചെയ്യാൻ, PP നമ്പറിലേക്ക് അങ്ങനെ വിളിച്ച് സംസാരിച്ച്
എൻ്റെ മനസ്സ് കീഴടക്കി എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു കിടക്കുന്ന ഒരു സാധനത്തിനെ തുന്നിക്കൂട്ടി കൊണ്ടുവന്ന് രണ്ടാമത് ഇങ്ങനൊരു ലൈഫ് ഉണ്ട് എന്ന് കാണിച്ചു തന്ന ഒരാളാണ്. എനിക്ക് എങ്ങനെയൊക്കെ വർണ്ണിക്കണം എന്നറിയില്ല. എന്നെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന സ്റ്റുഡിയോ അടക്കമുള്ള എല്ലാ സാധനവും ആയിത്തീരാനുള്ള കാരണക്കാരി എന്ന് പറയുന്നത് വൈഫാണ്. കാരണം എൻ്റെ അടുത്ത് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് കരയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഹൈലി ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ജീവിച്ചു പോകണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. പക്ഷെ അവളതെല്ലാം സഹിച്ച് എന്തൊക്കെ ഉണ്ടോ, ഇപ്പം ഒരു കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് വാർത്തകൾ ഉള്ളതോ ഇല്ലാത്തതൊന്നും ഇപ്പം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കാനും നമുക്ക് വഴികളുണ്ട്. അതൊന്നും ഇല്ലാത്ത കാലത്ത് ഒരു നടിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ആൽബം എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു നായികനെ കിട്ടിയപ്പോൾ അവരുടെ കൂടെ ഒരു 5-6 ആൽബം അഭിനയിച്ചപ്പോൾ അവളെയും കൊണ്ട് ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞ് ഈ സാധു പെണ്ണാണത്, ഓർത്തഡോക്സ് ഫാമിലിയിൽ അങ്ങനെ യാഥാസ്ഥിക കുടുംബത്തിൽ വളർന്ന ഒരു പാവം അതിൻ്റെ അടുത്ത് വന്നിട്ട് ഏറ്റവും അടുത്ത കുടുംബക്കാരിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ പലപ്പോഴും പറയുന്നത് കേട്ടാൽ വിചാരിക്കും നമ്മളെ ജീവിതത്തിൽ എന്തോ നന്മ വരാൻ ഉപദേശിക്കാന്ന്. അല്ല, ചായപ്പീടിയക്കാരനായി ജോലി ചെയ്ത നാടൻ പണിയെടുത്ത് ചുമട്ടു തൊഴിലാളിയൊക്കെ ആയി ജോലി ചെയ്ത മുഹമ്മദിൻ്റെ മോൻ അങ്ങനെ തന്നെ ജീവിക്കണം, കലാകാരനാകാൻ പാടില്ല, ഇവൻ എങ്ങനെ വിജയിച്ചു പോകുന്നു പതുക്കെ എവിടെയാണോ അടിക്കേണ്ട അവിടെ തന്നെ മർമ്മത്ത് കൊണ്ടേ അടിക്കാനേ. കുടുംബത്തിൽ നിന്ന് ഇത് വേണ്ടാന്ന് പറഞ്ഞ് വൈഫ് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോകില്ലല്ലോ. പിന്നെ അതുകൊണ്ട് അവിടെ പോയി പറയാണ് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നീ കാണുന്നില്ലേ കണ്ട പെൺകുട്ടികളുടെ കൂടെ ഒക്കെ അവനെ അഭിനയിക്കുന്നത്, എങ്ങനെയാ മോളെ സഹിക്കുന്നത് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞൊരു ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അടുത്ത ഷൂട്ടിന് നമുക്ക് ഒരുമിച്ച് പോവാം, എന്നിട്ട് ഒറ്റ പ്രാവശ്യം നീ കാണുക, എന്നിട്ട് തെറ്റാന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോൾ നമുക്ക് ഈ പരിപാടി നിർത്താം, ഞാൻ അവിടെ വെച്ച് നിർത്തും എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. 1, 2 തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് സോങ്ങിൻ്റെ ഷൂട്ടുണ്ട്. ഇവളെല്ലാം നിന്ന് കാണുകയാണ്. ഈ കൂടെ അഭിനയിക്കുന്ന പെൺകുട്ടിൻ്റെ അച്ഛനമ്മയും ഉണ്ട് അവിടെ. അല്ലെങ്കിൽ സിനിമ പോലെ മാസങ്ങളോളമല്ല, ഒറ്റ ദിവസം കൊണ്ട് തീർക്കണത്. ഇത്രയും വലിയൊരു ക്രൂ തന്നെ നമ്മളെ കൂടെ ഉണ്ട്. ലൈറ്റ് യൂണിറ്റ്, ക്യാമറ യൂണിറ്റ്, അസോസിയേറ്റ്സ്, എല്ലാം അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട്. ഇന്നത്തെ പോലെ 2-3 ആൾ പോയിട്ട് ഒരു തെർമോക്കോളും വെച്ചിട്ട് ആൽബം എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാവരുടെയും നടുക്ക് പിന്നെ നോക്കി നിൽക്കുന്ന സാധുക്കളായ കുറേ നാട്ടുകാർ, ഇവരെ നടുക്കുന്നതാണ് ഈ പ്രണയരംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ആർക്ക് എന്ത് പ്രണയം തോന്നാൻ, ആരോട് തോന്നാൻ. ഒരു ഗൈനക്കോളജിസ്റ്റ് എങ്ങനെയാണോ പിന്നെ കാണാൻ പാടില്ലാത്ത ശരീരഭാഗം അവരെ മുന്നിൽ ധൈര്യത്തോടെ ഒരു രോഗിയായി വന്ന് കാണിക്കുന്ന ഏതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും അവരെ ശുശ്രൂഷിക്കുന്ന, അതുപോലെയാണ് ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും അവരുടെ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ബോധ്യപ്പെട്ടതോടുകൂടി എൻ്റെ വൈഫ് പറഞ്ഞ ഇതിലിപ്പോൾ എന്താ കുഴപ്പം, നിങ്ങളെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും. അങ്ങനെ അതിന് ശേഷവും ഒക്കെ ഇതേപോലുള്ള ആരോപണങ്ങളും പലതും വരികയും വൈഫ് എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ വൈഫ് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവന്ന ഒരു സമയം, അത് ഈ പറഞ്ഞ ആൽബം ഷൂട്ട് കാണാൻ വന്ന സമയമൊന്നുമല്ല, അതൊക്കെ അതിന് ശേഷം കേട്ടോ. മോനൊക്കെ അതിന് ശേഷമാണ് ഈ ആരോപണവും സാധനമൊക്കെ വരുന്നത്, ആൽബങ്ങളെ വരുന്നത്. ഫസ്റ്റ് കിനാവിന് ശേഷം, കിനാവ് തകർച്ചയാണ്. ഞാനും എൻ്റെ എല്ലാ കിനാവുകളും ചേർത്തൊരു കിനാവ് എന്ന് പറഞ്ഞ, പിന്നെ ഞാൻ ഓടിച്ച ഓട്ടോറിക്ഷ NK സിദ്ദീഖിൻ്റെ ഓട്ടോറിക്ഷൻ്റെ പേര് തന്നെ കിനാവെന്നാണ്. അങ്ങനെ വർക്കിന് കിനാവെന്ന് പേരിട്ടു. ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. സ്വന്തമായിട്ട് എല്ലായിടത്തും പോയി ബൈക്ക് വാടകയ്ക്ക് എടുത്തിട്ട് കൊണ്ടുപോയി. വാടകയ്ക്ക് എടുത്ത ബൈക്ക് ആക്സിഡൻ്റ് ആയി, കൂനുമ കുരു എന്ന് പറഞ്ഞ പോലെ ഞാൻ മൊത്തം സൈഡായി പണ്ടടങ്ങി. ഇനി നിനക്ക് ഈ പണി പറ്റൂല എന്നൊക്കെ പലരും പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. പക്ഷെ എൻ്റെ മനസ്സ് അന്നും ഇന്നും ഞാനിതിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ, എനിക്ക് വേറൊന്നും തെളിയിക്കാനൊന്നുമില്ല. നമ്മളതായ മനസ്സിനകത്ത് ഉണ്ടായ, നമ്മളെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും മനസ്സിനകത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ച മറ്റുള്ളവരുടെ അനുഭവം എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കുറച്ച് പാട്ടുകൾ പ്രസൻറ്റ് ചെയ്യണം, ഇത്രേ ആഗ്രഹമുള്ളൂ. ആ ചെറിയ ആഗ്രഹത്തെ ഞാൻ ഡെവലപ്പ് ചെയ്ത് എല്ലാ പുച്ഛങ്ങളും മറ്റ് പിന്നെ അവഹേളനങ്ങളൊക്കെ സഹിച്ച് ഞാൻ മുന്നോട്ട് പോയി. അപ്പോഴാണ് റജില ഒന്നാമത്തെ വർക്ക് അങ്ങനെ ഫെയിലായല്ലോ, ഗർഭിണിയായിട്ട് 7-ാം മാസത്തിൽ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. അത്രയും ദിവസം എൻ്റെ കൂടെ എല്ലാ പ്രശ്നങ്ങളിലും തരണം ചെയ്ത് ഒപ്പം ഉണ്ടായിരുന്ന ആള് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ 2-3 മാസത്തേക്ക് ഇനി അവളുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ഉണ്ടായ ഒരു വേദന ഭയങ്കരമായിപ്പോയി എനിക്ക്. കാരണം എൻ്റെ എല്ലാ പിന്നെ നൈരാശ്യങ്ങളെയും മാറ്റി അവിടെ ഒരു പുതിയ നിലാവ് വെളിച്ചം കൊണ്ടുവന്ന ആളാണ്. ആ ആള് പോയപ്പം എനിക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അങ്ങനെ ഞാൻ അവളെ ഇല്ലാത്ത സമയത്ത് അവളെ ഓർത്ത് എഴുതിയിട്ടുള്ള പാട്ടാണ് അറബിക്കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ, അറബനമുട്ടിൻ്റെ താളമായി ആടിയുലഞ്ഞെൻ്റെ കൽവില്, വെള്ളിമണിക്കൊരു സണിഞ്ഞ
പെണ്ണേ, വെണ്ണിലവും മോഹിക്കും നിന്നെ, നിന്നെ എൻ പ്രേയസിയാക്കുവാൻ മഹറുമായി ചാരത്തു വന്ന നാൾ, അഴകേറും മംഗല്യ പന്തലിൽ മിന്നിത്തിളങ്ങി നീ നിന്ന നാൾ, ഇമ്പപ്പൂവെൻ്റെ സഖിയായി ഇനിയെന്നും ആനന്ദം വരവായി, സുന്ദരി നീ വന്നു ഗസലായി, സുറുമ വരച്ച പെണ്ണേ റജില. അങ്ങനെയാണ് ഇത്രയും റജിലയെക്കുറിച്ച്. പറഞ്ഞു വന്നാൽ ആ പാട്ട് ഉണ്ടായതിന്റെ ഡെപ്ത് മനസ്സിലാവും. അതെ 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 അതെ. എന്നിട്ട് അതിന് ശേഷം 5ാം വാർഷികത്തിന് 10ാം വാർഷികത്തിന് ഒരു പാട്ട് ഉണ്ടാക്കി ഞാൻ, എൻ്റെ ബീവി സുന്ദരിയ എന്ന് പറഞ്ഞിട്ട്. അതുവരെയുള്ള 10 വർഷത്തെ ദാമ്പത്യ അനുഭവം വെച്ച് 15ാം വർഷത്തിലൊരു പാട്ടുണ്ടാക്കി, ഇഷ്കാണ് നിന്നോട് എന്ന് പറഞ്ഞ. ലോകം തന്നെ വെറുത്താലും ആരും എന്നെ എതിർത്താലും, കോലം പാടെ മുഷിഞ്ഞാലും കാലം മുന്നേ പൊലിഞ്ഞാലും, പെണ്ണാളെ അതിൽ നോവില്ല, നിന്നാണേ ഇത് കളവല്ല, പൊള്ളും കനലുകളിൽ ഞാനേറെ നടന്നേ പോയി, ഉള്ളം മുറിവുകളിൽ പല വർണ്ണം തന്നേ പോയി, എന്നാൽ നിന്റെ മുഖത്തെ ചിരിമായുമ്പോൾ താങ്ങാനാവില്ല, പൊന്നേ നീ എന്നോടു പിണങ്ങുന്നേരം ഹൃദയം കേൾക്കില്ല, ഇഷ്കാണ് നിന്നോട് ഇതളാർന്ന കണ്ണോട്. അതായത് എനിക്ക് ഇനിയിപ്പോൾ ലോകം മുഴുവൻ എന്നെ എതിർത്ത് നിന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഈറ്റാലൊക്കെ ഒരുപാട് കണ്ടുപോയ ആളാണ്. പക്ഷെ നിന്റെ മുഖത്ത് ചിരിയില്ലാണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. അത് ഞാനല്ല, ഒരുപാട് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആ അനുഭവത്തിലുണ്ടാകുന്ന 100% എനിക്ക് ഉറപ്പുണ്ട്. ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പം ഞങ്ങൾ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പണക്കുണ്ടെങ്കിൽ ഷൂട്ടിംഗ് സെറ്റിൽ പോയാലും ശരി, ഇനി ഉത്സവപ്പറമ്പിൽ പോയാലും ശരി, എത്ര സന്തോഷമുള്ളിടത്ത് പോയി നിന്നാലും ശരി, ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ കാണാൻ സാധിച്ചാലും ശരി, സന്തോഷം വരില്ല. കാരണം ഇവിടെ വിളിച്ച് രണ്ടാമത് എന്നോട് ചിരിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം. അതല്ലാതെ അതങ്ങനെയാണ്. നമുക്ക് നമ്മളെ വേറെ എന്തൊക്കെയോ ആയി മാറിയിട്ട്, വെറും ഭാര്യ മാത്രമായിട്ടല്ല, എന്നെ അവർ കെയർ ചെയ്യുന്ന ഒരു കെയറിങ് ഉണ്ട്. അതിവിടെ എൻ്റെ ഏറ്റവും അടുത്തറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ പ്രണയത്തിൽ നിന്ന് ചെറിയൊരു ടെസ്റ്റിൽ ഭക്തിയിലേക്ക് പോവാം. പെരിയോനെ റഹ്മാനെ ഒന്ന് പാടിയതിന് ശേഷം നമുക്ക് അപ്പുറത്തേക്ക് ചാടാം. പെരിയോനെ റഹ്മാൻ നമ്മൾ ശ്രമിക്കാന്നേ ഉള്ളൂ. ഞാൻ അതിന്റെ കവർ വേർഷൻ എപ്പോഴോ അന്ന് പാടിയിരുന്നു, കഴിഞ്ഞ നോമ്പിന്റെ സമയത്ത്. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ, എങ്ങിരുന്നാലും അറിയണുണ്ടേ, മിണ്ടാമൺതരി വാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം. ഈ സൂഫിസം ഒരു പാലമായിരുന്നു പലപ്പോഴും മനുഷ്യർക്കിടയിൽ. ഏതൊക്കെ തരത്തിലാണ് ഇതിനെ ശരിക്കും ജെല്ല് ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു സൂഫികളുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. പാട്ടും സംഗീതവും ഒക്കെ ചേർത്തിട്ട് ആളുകളിലേക്ക് ഇറങ്ങുകയായിരുന്നു സൂഫിസത്തിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. ആ വഴി കുറച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതേ പറ്റിയിട്ട് നമുക്ക് കുറച്ച് നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഗൂസ് ബംസ്. കാരണം എന്താ പറയുക, മാനവികത എവിടെയാണ്, സമാധാനം എന്താണ്, എങ്ങനെയാണ്, ഹു ഐ എം ഐ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെന്താണ്. ഇപ്പോൾ പേരിട്ട് വിളിച്ചുകൊണ്ട്, ഇപ്പോൾ ഞാൻ ആശുപത്രിയിൽ നിന്നെങ്ങാനും കൈമാറിപ്പോയിരുന്നെങ്കിൽ വേറൊരു വീട്ടിൽ വളർന്നാൽ ജോസഫോ അല്ലേ പിന്നെ ബാബുവോ അല്ലെ ദിനേശനോ ഒക്കെ ആകാൻ സിമ്പിൾ മാറ്ററേ ഉള്ളൂ. എവിടെ വളരുന്നോ ജനിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വിളിക്കപ്പെടുന്ന പേരിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആളല്ല നമ്മൾ. എന്നാലും നമ്മൾ എന്തോ ആണ്, നമുക്ക് എന്തോ ഒരു ഈ പറഞ്ഞ നിയോഗ ഉദ്ദേശമുണ്ട്. മനുഷ്യൻ 4 ബിൽഡിങ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യന്മാർ വിചാരിക്കുന്നു
ഞങ്ങളെപ്പോലെ ഇത് ചെയ്യാൻ. പക്ഷേ മനുഷ്യൻ എല്ലാത്തിനും റോൾ മോഡൽ അവിടുന്നാണ്. ഉറുമ്പ് കൂട് വെച്ചത് കണ്ടിട്ടും പക്ഷി കൂട് വെച്ചത് കണ്ടിട്ടും പക്ഷി പറക്കുന്നത് കണ്ടിട്ടും ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടും ഒക്കെ ഉണ്ടാക്കപ്പെട്ടതാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യൻ്റെ നിർമ്മിതി മുഴുവൻ. അപ്പം മനുഷ്യൻ എന്തിന് നിയോഗിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ദൈവം ഏറ്റവും കൂടുതൽ എൻ്റെ വിശ്വാസപ്രകാരം ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, അറബിയിൽ അങ്ങനെ ഒരു വേർഡ് ഖുർആനിലെ ഒരു ആയത്താണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രതിനിധിയെ ഭൂമിയിലേക്ക് അയക്കുന്നു. എന്തിനാ? ചുറ്റുമുള്ള ജീവിതങ്ങളിൽ ചേർന്നുകൊണ്ട് ഇടപെടൽ നടത്തി ദൈവത്തിൻ്റെ കൈകളായും കണ്ണായും സംസാരമായും ദൈവത്തിൻ്റെ സ്നേഹമായും ആർദ്രതയോടുകൂടി അവനോട് വർത്തിക്കാൻ. നിങ്ങളെ വിവിധ ഗോത്രങ്ങളാക്കിയിരിക്കുന്നതന്നെ നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ വേദങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ള, നീതിബോധമുള്ള, ധാർമ്മികത കൂടികൊള്ളുന്ന പോയിന്റുകളാണ് എൻ്റെ അഭിപ്രായത്തിൽ. മറ്റുള്ളവർ എങ്ങനെ എടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. വേദങ്ങളായിട്ട് ദൈവവാക്യങ്ങളായി നമ്മൾ എടുക്കേണ്ടത് ജനങ്ങളെ ഐക്യപ്പെടുത്തുന്നത് എന്തുണ്ടോ അത്, മറ്റുള്ളവർക്ക് ആശ്വാസകരമായത് എന്തുണ്ടോ അത്. അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അകറ്റുന്നതും അല്ലെങ്കിൽ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നതും വാക്യങ്ങൾ ഒരിക്കലും ദൈവത്തിൽ നിന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആരും കാരുണ്യവാനെന്നും പറഞ്ഞ് വിശ്വസിക്കില്ല, അല്ലെ സംരക്ഷകനെന്നും, അല്ലെ എനിക്ക് എൻ്റെ രക്ഷിതാവുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കണമെങ്കിൽ സംരക്ഷണമാണല്ലോ എല്ലാത്തിൻ്റെയും അങ്ങേ തലക്ക് കിടക്കുന്നത്. അതാണല്ലോ സംരക്ഷണം. നമ്മളെ കെയർ ചെയ്യാനൊരു പവറുണ്ട് എന്നുള്ള വിശ്വാസം. എന്നെ ആരൊക്കെ ഉപേക്ഷിച്ചാലും എൻ്റെ അകത്ത്. അപ്പം ഞാൻ ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ ഈ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവനാണ്. ആ ദൗത്യം വിഭാഗം നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം രാവിലെ ഉദിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന സൂര്യൻ അത് അതിൻ്റെ പ്രയാണം നടത്തുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഉദയം എന്ന് പറയാം. ഈ ഉദിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി ഉദിക്കുകയല്ലല്ലോ. നമ്മൾ ഈ ബ്രീത്ത് ചെയ്യുന്ന ശ്വസിക്കുന്നത് അവൻ തന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം. അങ്ങനെ ദൈവത്തിന് ഒരു വിഭാഗത്തെ മാത്രം ഇഷ്ടമെങ്കിൽ അങ്ങനത്തെ ഒരു സൃഷ്ടിപ്പ് നടത്തുന്നുണ്ട്. കോമൺ സെൻസ് മതി, അല്ലേ? ഈ സ്പ്ലിറ്റിങ് എവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അധികാര തർക്കങ്ങളുടെ മേൽ. അപ്പോൾ അധികാര തർക്കത്തിന് രാഷ്ട്രീയ ബോധം മാത്രം പോരാ, അതിനകത്ത് ജനങ്ങൾക്ക് പണ്ടേയുള്ള സാധനമാണ് ഭയഭക്തി. അതായത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു പരാശക്തി എന്നുള്ള ഒരു വിശ്വാസം. ലോകത്തിൻ്റെ നാനാഭാഗത്തും പട്ടിണി അന്ന് കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് മഴ വർഷിക്കുന്നതും കാത്തിരിക്കുന്ന ആളുകൾക്ക് ആ മഴ വർഷിക്കലും അതിലൂടെ മുളച്ചു പൊങ്ങുന്ന ധാന്യങ്ങളും അത് കൊണ്ടുള്ള ഉപജീവനവും ഒക്കെ ദൈവം തരുന്ന കൃപാകടാക്ഷമായിട്ടുള്ള വിശ്വാസം അന്നേ ഉണ്ട്. അപ്പോൾ ദൈവത്തെ ചേർത്ത് രാഷ്ട്രീയവൽക്കരിച്ച് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നമുക്ക് ഇത് കൊടുക്കുന്ന ടീമിനും പിന്നെ ആഢ്യന്മാരായിട്ട് ജീവിക്കേണ്ടവർക്കും ഈ സാധുക്കളായ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ജീവിക്കാം എന്നുള്ള മനസ്സിലാക്കിയെടുത്തിലാണ് ഞാൻ ഈ പറഞ്ഞ താത്വികമായ മാനവികതയിൽ നിന്ന് മതം എന്നുള്ള വേർതിരിവ്. മതം എന്ന് പറഞ്ഞാൽ തന്നെ അഭിപ്രായങ്ങൾ എന്നാ, അതെപ്പം വേണേ മാറാം. പക്ഷെ ധർമ്മം എന്ന് പറയുന്നത് മാറുന്നില്ല. ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യൻ ജനറ്റിക്കലി നമ്മളിലുണ്ട് ആ സാധനം ഓൾറെഡി. അനുകമ്പ, പിന്നെ സഹവർത്തിത്വം, അതുപോലെ സഹിഷ്ണുത ഒക്കെ ജനിക്കുമ്പോഴേ ഉണ്ട്. അത് ഡെവലപ്പായി വരുന്നിടത്ത് വെച്ചിട്ട് നമ്മൾ ഗുരു എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ പോലെ ഇലാമാപ്പഴത്തിൻ്റെ തിന്നേണ്ട ഭാഗം കൊടുക്കാതെ പാടില്ലാത്തത് കഴിപ്പിച്ചുകൊണ്ടാണ് അന്ധത വരുന്നത്. അത് ഏത് അന്ധതയെ കുറിച്ചാണ് പറഞ്ഞതെന്നറിയോ? നമ്മളെ അജ്ഞതയാണ് ആ അന്ധത. എന്താണോ നമ്മൾ പഠിക്കേണ്ടത് അത് പഠിപ്പിക്കാതെ പഠിക്കാൻ പാടില്ലാത്ത പലതും പഠിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ വിഭാഗീയരായി. ഒരു വീടിനകത്ത് തന്നെ 2-3 ഒരേ മതത്തിലുള്ളവർക്ക് 2-3 ആശയങ്ങളാണെങ്കിൽ വർഷങ്ങളോടെ മിണ്ടാത്ത ജ്യേഷ്ഠാഞ്ചന്മാരൊക്കെ ഉണ്ട്. എൻ്റെ അനുഭവത്തിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പോലും പറയാത്തവരുണ്ട്. എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണല്ലോ ഇത് പറയാൻ പറ്റുക. എല്ലാ മതത്തിലും ഉണ്ടാവും ഇത്, മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെയൊക്കെ മതിൽക്കെട്ടില്ലാത്ത ഒരു പ്യുവർ മാനവികത, അതാണ് സൂഫിസം എന്ന് പറഞ്ഞാൽ. ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ നമ്മൾ പുസ്തകങ്ങളിൽ തിരഞ്ഞ സൂചനകൾ വേണേൽ പുസ്തകങ്ങളിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തേൻ എഴുതി തന്നാൽ അത് മധുരിക്കില്ല. തേൻ മധുരിക്കുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. ഒരു തുള്ളി പ്രാക്ടിക്കലി ഒരു തുള്ളി നുണ തന്നെ വേണം മധുരമുണ്ട് എന്ന് അറിയണമെങ്കിൽ, അല്ലേ? അപ്പോൾ പ്രാക്ടിക്കൽ നോളജിലൂടെ ഗുരുവിൽ നിന്ന് നേരിട്ട് നമ്മൾ അനുഭവജ്ഞാനത്തിലൂടെ വാങ്ങിയെടുക്കുന്ന അറിവിൻ്റെ അകത്താണ് സൂഫിസം ഉള്ളത്. സൂഫിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണ്ണിൽ ഇത്രയും പേര് പിടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ തരം ആളുകളും സമ്മേളിച്ച സ്ഥലമാണ്. സർവ്വ ആളുകളുടെയും സംഗമ ഭൂമിയാണുള്ളത്. ഇവിടെ തന്നെയാണ് അത് പടർന്ന് പന്തലിക്കുള്ളൂ. അപ്പോൾ സൂഫിസം പിന്നെ പുറമെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ കുറവാണെന്നെല്ലാം പറഞ്ഞിട്ട് പഴിചാരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്,
മനുഷ്യൻ്റെ മഹിമകളെക്കുറിച്ച് അന്വേഷണം നടത്തുകയും മനുഷ്യൻ ഒരു അപാരമായ ദൈവിക അനുഗ്രഹം കിട്ടിയ ദൈവത്തിൻ്റെ പ്രതിനിധി ആക്കപ്പെട്ട പതിപ്പാണെന്നും വിശ്വസിക്കുന്ന അത്തരം മനുഷ്യരെവിടെ ഉണ്ടോ അവിടെ ഇത് വളരും, സ്വാഭാവികം. കാരണം നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ സംസാരിച്ച സമയത്ത് നമ്മൾ അജ്മീർ ഉള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ അങ്ങനത്തെ മക്കാമുകളിൽ എല്ലാ ജാതിയും പോയിരിക്കും. അവിടെ കറുപ്പും വെളുപ്പും ഇല്ല, ജാതിയില്ല, പിന്നെ വലിപ്പച്ചെറുപ്പില്ല, പണക്കാരനും പിന്നെ പാവപ്പെട്ടവനുമില്ല, പണ്ഡിതനും പാമരനും ഒന്നുമില്ല. എല്ലാവരും മനുഷ്യർ. എല്ലാവരും തേടുന്ന എന്താ? സമാധാനം. എന്നാൽ പിന്നെ നമുക്ക് സമാധാനത്തിൽ ചിരിച്ചേളെ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും അവരിന് സമാധാനം കൊടുക്കുക. ഓരോരുത്തർ പാടാൻ കഴിയുന്നവർ അതിലേറെ ലഹരി ഇവർക്ക് പകർന്നു കൊടുക്കുക. അപ്പൊ ഇത് തെറ്റാണെന്ന് വിളിച്ചു പറയാൻ കുറെ അധികം ആളുകൾ ഉണ്ടാവും. ഈ അധികം ആളുകൾ ഒരു കാര്യത്തെ തെറ്റാന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷം കൊണ്ട് ഒരു കാര്യത്തെ തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സമൂഹത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള. ഇപ്പൊ കലകൾ തെറ്റാണെന്ന് അല്ലെങ്കിൽ സംഗീതം തെറ്റാണെന്ന് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഞാൻ നോക്കുന്നത് എന്താണ്? അവരങ്ങനെ വിശ്വസിക്കട്ടെ ഈ പറയുന്നവർ. എനിക്ക് യാതൊരു തർക്കമില്ല. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? അത് മനുഷ്യൻ്റെ ഗാഢമായ ഭയങ്കര ടഫായിട്ടുള്ള ഹൃദയത്തെ ആർദ്രമാക്കി മാറ്റുന്ന, മെൽട്ടാക്കി കളയാൻ കഴിവുള്ള അപാരമായ അനുഗ്രഹമാണ് മ്യൂസിക്. ഒരാൾ ആസ്വദിക്കുന്നവനും പാടാൻ കഴിവുണ്ടാവണമെന്നില്ല, ആസ്വദിക്കുന്നവനും അലിഞ്ഞു പോകുന്ന ഒരു അപാരമായ സിദ്ധി. സമൂഹത്തിന് ഗുണകരമാകുന്ന, സമാധാനം പകരാൻ കഴിയുന്ന എന്തൊക്കെ സംഗതികളുണ്ടോ, സ്വന്തത്തെയും സമൂഹത്തെയും നശിപ്പിക്കാത്ത. നമ്മളിപ്പോൾ അങ്ങനെ ഗുണകരമാകുന്ന എന്തൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ വേറെ ലഹരിയൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടൊക്കെ പറഞ്ഞാൽ പൊതുവേ പറയുന്നുണ്ട്. ഈ സൂഫികളെ കുളിക്കാതെ നടക്കാതെ നടക്കുന്നു, കഞ്ചാവാണ്, അതാണ് ഇതാണെന്നൊക്കെ. എന്തറിഞ്ഞിട്ടായി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ആർഭാടങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആധുനികമായി വന്ന സുഖസൗകര്യങ്ങളോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു വ്യക്തി വെക്കുന്നതുകൊണ്ട്, അതിനെയൊക്കെ ത്യജിച്ച് കളയുന്നതിനെ കൊണ്ട് അയാൾ മറ്റ് ലഹരികൾക്ക് അടിമപ്പെട്ടു പോയി എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഇവർക്കത് അറിയാത്തതുകൊണ്ടാ. ഞാൻ ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ചതിൽ എന്തെങ്കിലും പിന്നെ നന്മ എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇവർ ഈ പറയുന്ന വൃത്തിഹീനമായിട്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും ആക്ഷേപിച്ച് തള്ളിക്കളയുന്ന പിച്ചക്കാരെന്നൊക്കെ നമ്മൾ പലരും അങ്ങനത്തെ കാഴ്ചപ്പാട് കാണുന്ന മഹാമനുഷ്യരുടെ അടുത്ത് സംസാരിച്ചിട്ട് അവരെ കൂടെ കൂടിക്കലർന്ന് ഇരുന്നിട്ട് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണ് യാത്രകളിൽ. എന്നാൽ ഈ ഒരു സൂഫിസമായിട്ട് അടുക്കുന്നത് വളരെ ചെറുതിലെ എന്നെ എൻ്റെ കസിൻ ബ്രദർ അബ്ദുൽ ഖാദർ മരിച്ചുപോയി. പുള്ളിയൊക്കെ ഈ ഒരു ചിന്തയിൽ നടന്ന ആളാണ്. മക്കാമുകളിൽ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. പിന്നെ എൻ്റെ വളരെ ചെറുപ്പം മുതലേ സ്കൂൾ പഠിക്കുന്ന കാലത്തെ എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ പ്രജീഷും സുനിയും ഒക്കെ എൻ്റെ കൂടെ വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങൾ അവരെ വീട്ടിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഒരേ ബെഞ്ചിൽ നിന്ന് എല്ലാവരും പഠിക്കുന്നതെല്ലാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ആഘോഷത്തിൽ ഞാൻ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രസംഗിക്കുന്ന കേട്ടാൽ അത് വിഡ്ഢിത്തായിട്ടല്ലാണ്ട് എനിക്കിത് നന്മയായിട്ട് എങ്ങനെ തോന്നുക? അത് അവർ പറയുന്നു, അത് പിന്നെ ഞങ്ങളെ വിശ്വാസത്തിൻ്റെ നിയമമാണ് പറയുന്നത്. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. പറയാനോ എത്രത്തോളം അവർക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ, തിരിച്ച് അതങ്ങനെ കാണേണ്ടതല്ലല്ലോ എന്ന് ചോദിക്കാനുള്ളതും അതങ്ങനെയല്ലെന്ന് തിരുത്തേണ്ടതുമായ ജീവിതാനുഭവവും അതിനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ നമുക്കുമുണ്ട്. എന്നെ പോലെ ചിന്തിക്കുന്ന സ്വതന്ത്രരായ ആളുകൾക്കുമുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ പിന്നെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും നല്ലത് എന്ന് പറയുന്നവരുണ്ട്. കാരശ്ശേരി മാഷ പോലെ ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ പുള്ളിനെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇതിനെ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതില്ല എന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ആരുടെയും അല്ല, എല്ലാറ്റിൻ്റെ ആണോ ആ എല്ലാത്തിലും അവനുണ്ട്. എൻ്റെ ഒരു പാട്ടുണ്ട്, അനേകമിൽ നിറഞ്ഞു നിൽക്കും ഏകനാം അല്ലാഹു, അപാരമീ പ്രപഞ്ച ശില്പി നാഥനാം അല്ലാഹു, അഗാധമാം കൽബിലമർന്ന അനന്തനാണല്ലാഹു, റിസാലത്തിൽ വിലായത്തിൽ വിളങ്ങിയോനല്ലാഹു, റിസ്കിനാൽ റിലാത്തരും റസാഖ് നീ അല്ലാഹു. അനേകമിൽ നിറഞ്ഞു നിൽക്കും ഏകനാം അല്ലാഹു. സർവ സൃഷ്ടികളിലും വായിച്ചെടുക്കാൻ പറ്റും അവൻ്റെ കയ്യൊപ്പ്, അവൻ്റെ സാന്നിധ്യം ശ്വാസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇല്ല എന്ന് വിശ്വസിക്കുന്നവൻ ശരിക്കും പറഞ്ഞാൽ നഷ്ടക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരോട് എതിർപ്പൊന്നുമില്ല, നമുക്ക് അവരോട് എനിക്കിത് ഒരു എതിർപ്പില്ല. കാരണം എന്താ, നിങ്ങളെ അനുഭവങ്ങളായിരിക്കാം നിങ്ങൾ അങ്ങനെ
എത്തിച്ചിരിക്കുന്നത്. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരെ കൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ കൊണ്ടും പ്രയാസങ്ങൾ കണ്ടിട്ടില്ല. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ദൈവം ഞങ്ങളത് മാത്രമാണ് ശരി എന്ന് ശാഠ്യം പിടിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പതുക്കെ ആ ഒരു അവകാശവാദത്തെ ഇല്ലാണ്ടാക്കി നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, നിങ്ങളത് മാത്രമാണ് ശരിയെന്നുള്ളത് നിങ്ങൾ അകത്ത് വെക്കുക. മക്കളോട് പോലും ഒരു പ്രായം കഴിഞ്ഞാൽ അടിച്ചേൽപ്പിക്കൽ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എൻ്റെ മോന് 21 വയസ്സായി. അവനോട് ഞാൻ ഈ പറഞ്ഞ മാതിരി 5 വയസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ പോലെ ഉള്ള കാര്യങ്ങൾ പറയാൻ പറ്റൂല. കാരണം അയാളൊരു സെപ്പറേറ്റ് വ്യക്തിയാണ്. അയാൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അയാളോട് ഞാൻ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നീ ഇങ്ങനെ പോയേ മതിയാവുന്നു ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെ റോൾ മോഡലാക്കണം. ഞാൻ ചെയ്യുന്നതിൽ സമൂഹത്തിന് ദോഷമല്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾ അതിനെ അനുകരിച്ചോ പറ്റുമെങ്കിൽ. പക്ഷെ എൻ്റെ മക്കളോട് ഉപദേശം കൊടുത്ത ആകെ ഉള്ളൂ, സമൂഹത്തിന് ദ്രോഹം ഉള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ആനന്ദമുണ്ട്, പക്ഷെ അത് സമൂഹത്തിന് ദ്രോഹമായിട്ട് ഭവിക്കുന്നെങ്കിൽ നിങ്ങളത് പറയാനോ പ്രവർത്തിക്കാനോ പോകരുത്. അതേ സ്ഥാനത്ത് നിങ്ങൾക്കും ആനന്ദമുണ്ട്, സമൂഹത്തിനും സന്തോഷമുണ്ടെങ്കിൽ നിങ്ങളത് പ്രവർത്തിച്ചോളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് നാശങ്ങളില്ലെങ്കിൽ. ഇപ്പോൾ സമൂഹത്തിന് ഒരു സുഖമുണ്ട്, ഒരു സംഘം ആൾക്കാർക്ക് സന്തോഷമുണ്ട്, അവിടെ മദ്യം വിളമ്പുന്നുണ്ട്, അത് പോയി കഴിക്കാൻ ഞാൻ എൻ്റെ മക്കളോട് പറയില്ല. കാരണം അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് നമ്മൾ കാണുന്നുണ്ട്. ലഹരി ഓരോരുത്തരെ മദ്യത്തിൽ തുടങ്ങിയിട്ടാണ് പിന്നെ മദ്യം കഴിച്ചിട്ട് വലിയ അപകടകാരിയല്ലാതെ ജീവിക്കുന്നവരും നമ്മൾക്ക് ചുറ്റുമുണ്ട്. മദ്യം കഴിച്ച് അമ്പയെ പരാജയപ്പെട്ട ഒരു കലാമേഖലയിൽ തന്നെ ഒരുപാട് ആൾക്കാരില്ലേ, അതുകൊണ്ട് മാത്രം നശിച്ചുപോയ ഒരുപാട് പേരുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ എവിടെയോ എത്തേണ്ട ഗായകന്മാരൊക്കെ പലരും ഇതുകൊണ്ട് നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, അതല്ല സമൂഹത്തിൻ്റെ സന്തോഷം കൊടുക്കുന്ന കാര്യമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. സിനിമ, കലകൾ, സംഗീതം, സൗഹൃദം, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നു, അതിൽ പങ്കാളിയാകാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഒരുമിക്കുന്നിടത്ത് നിങ്ങൾ പോയിക്കോളും.